കുഴപ്പമില്ല കേട്ടോ. ക്ലൈമാക്സിന് ജിത്തു ജോസഫ് സ്റ്റൈലിൽ തന്നെ ക്ലൈമാക്സ് തീർത്തിട്ടുണ്ട്. നമ്മൾ ജിത്തു ജോസഫിൻ്റെ ഒക്കെ ദൃശ്യമൊക്കെ കാണുന്ന പോലെ തന്നെ ക്ലൈമാക്സ് കിടിലായിട്ടാണ് തീർത്തിരിക്കുന്നത്. അപർണ ബാലമുരളിയാണ് പടം കൊണ്ടുപോകുന്നത്. നായിക പ്രാധാന്യത്തെക്കാൾ നായിക പ്രാധാന്യമുള്ളൊരു പടമുണ്ട്. നായികയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. അപർണയാണ് പടം മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ അപർണയാണ് ചുറ്റിപ്പറ്റിയാണ് കട പോകുന്നത്. ക്ലൈമാക്സ് കിടുപ്പൻ. ബാക്കിയൊക്കെ പ്രിഡിക്റ്റബിളായിട്ട് തോന്നി. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ട് അതിൻ്റെ ക്ലൈമാക്സ് തീർത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗ് ഉണ്ട്. പിന്നെ പടം തുടങ്ങുന്നത് ശരിക്കും ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ്സ് അത് തകർത്തു. അതാണ് പടം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ജിത്തു ജോസഫിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കും. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ ദൃശ്യം കണ്ടിട്ട് കിളിപാറി പോലെ തന്നെ ഒരു ആസിഫ് അലി പടത്തിൽ നിന്ന് അതേ സാധനം കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യണം. നല്ലൊരു സാധനം ഇതിനകത്തുണ്ട്. കുറച്ച് സ്പോയിലറുണ്ട്. ലാസ്റ്റ് നല്ലൊരു സസ്പെൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ആയിരിക്കും നല്ലൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നിരിക്കും. പക്ഷെ അവസാനം പടം മാറണം. നല്ല പടം. നിങ്ങൾ പ്രേക്ഷകരടക്കം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. തിയേറ്ററിൽ മൊത്തം ചിരിയായിരുന്നു. ചില സീനുകളൊക്കെ അസ്ഥാനത്ത് ഡയലോഗ്സ് വന്നിട്ട് ചിരിപ്പിക്കായിരുന്നു. സീരിയസ് ആയിട്ടാണ് പടം പോകണത്. പക്ഷെ തിയേറ്ററിൽ പല ഡയലോഗ്സും ശരിയാണ്. ഇമോഷൻസ് ഒക്കെ കണക്ട് ആയോ? ഇല്ല, ഈ പറഞ്ഞ പോലെ ഈ ട്വിസ്റ്റോടുകൂടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കഥയാണ് മെയിൻ പ്രോബ്ലം. സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണോ? സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ട്വിസ്റ്റ് വല്ലാത്തൊരു ട്വിസ്റ്റായി പോയി. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. പ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോകുന്നത്. പറയുന്ന പോലെ എന്താ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. ജിത്തു ജോസഫ് സംഭവം കിട്ടിയില്ല എന്നാണോ? സംഭവം കിട്ടിയില്ല തന്നെ പുള്ളി തന്നെ ചെയ്താണോ എന്ന് തോന്നുന്നു. ഞാൻ നെഗറ്റീവ് അടിച്ച് ഫസ്റ്റ് പറയുന്നതല്ല. എന്നാൽ പോലും നമുക്ക് ഭയങ്കര ശോകമായി പോയി. കാരണം നല്ലൊരു മൂവി കാണാണ്ട് ഇത് പ്രതീക്ഷ വന്ന് മൂവി കാണുമ്പോൾ ഇതിനെ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കാണുന്നവർ എക്സ്പെക്ടേഷൻ പറ്റിയതില്ല. എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട്